നമസ്കാരം. ടിക്ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പ്ലാസ ജംഗ്ഷനിലെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിലാണ്. ഒരുപാട് ആൾക്കാർ വീക്കെൻഡ് ആയതുകൊണ്ട് ആൾക്കാർ പർച്ചേസിനൊക്കെ വരുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, ഒരുപാട് ഓഫേഴ്സ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ക്രിസ്മസ് ഡിസംബർ 25-ൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ പുതുവത്സരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓഫേഴ്സാണ് ഒരുപാടുള്ളത്. അപ്പോൾ അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. കണ്ടോ, ഓർഗാനിക് തത്വ വോൾ വീറ്റ് ഫ്ലോർ 5 കിലോന് 399 രൂപയായിരുന്നു വില. അതിൽ നിന്ന് നേരെ 100 രൂപ കുറച്ചിട്ട് 299 ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഓഫേഴ്സ്, ഇപ്പോഴും ഓഫേഴ്സ് ഇങ്ങനെ ഓഫേഴ്സിൻ്റെ വിവിധ പ്രൊഡക്റ്റുകൾ കണ്ടോ. ഇതൊക്കെ വലിയ വലിയ കെട്ടുകൾ, 5 കിലോയുടെ കെട്ടുകളും ഒക്കെയാണ്. പുട്ടുപൊടി ആയിക്കോട്ടെ, ഗോതമ്പ് പൊടി ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നേരെ 100 രൂപയൊക്കെ കുറച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരോടും കുറച്ച് ചോദ്യമൊക്കെ ചോദിച്ച് നല്ല ഉത്തരങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം സമ്മാനമൊക്കെ കൊടുത്തിട്ട് വരാം. ടിക്ടോക്കിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഒരുപാട് ആൾക്കാർ ടിക്ടോക്ക് കണ്ടിട്ട് സന്തോഷത്തോടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. കം. അപ്പോൾ ഇന്നത്തെ ടിക്ടോക്കിലെ എപ്പിസോഡിലെ ആദ്യത്തെ കണ്ടസ്റ്റൻ്റ് ഉണ്ട്. ഞാൻ ആദ്യം ഒന്ന് പങ്കെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാനോന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒരു ആശ്ചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അവൻ്റെ പേര് പറ. ഡാനിയൽ. ഓക്കെ, ഡാനിയൽ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? CHM സിറ്റി അല്ലല്ല, എളയാവൂർ. ഓക്കെ, എളയാവൂർ CHM-ലാണ് പഠിക്കുന്നത്. എത്ര ക്ലാസ്സിൽ ഡാനിയൽ പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ. ഡാനിയൽ പാട്ട് പാടും? ഇല്ല. എന്താ ചിരിയുണ്ടോ? വളരെ നിഷ്കളങ്കമായിട്ട് ഡാനിയൽ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഒരു പാട്ട് പാടും? അറിയില്ല. ഓക്കെ, കുഴപ്പമില്ല, പാട്ട് പാടണ്ട. ഞാൻ ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാമിൽ നിന്ന് വരുവാണ്, കണ്ണൂർ വിഷൻ്റെ. അപ്പോൾ ടിക്ടോക്കിൽ പങ്കെടുക്കുന്ന നമ്മുടെ കണ്ടസ്റ്റൻറ്റിന് 3 സെഗ്മെൻറ്റാണ് ലഭിക്കുന്നത്. ആദ്യം വന്നത് ഒരു കുസൃതി ഗെയിമാണ്, രണ്ടാമത് കുസൃതി ചോദ്യം, മൂന്നാമത് നമുക്ക് ജനറൽ നോളജ്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു കുസൃതി ഗെയിം കാണിക്കാം. ഐഡൻറ്റിഫൈ ദ ഇമേജ് എന്നാണ്. അതായത് ഞാൻ കാണിക്കുന്ന ഫോട്ടോയിലെ ഇമേജ് ഐഡൻറ്റിഫൈ ആരാണെന്ന് പറയാം. ഓക്കെ, അതിനുശേഷം കുസൃതി ചോദ്യമാണ്, അതിനുശേഷം ജനറൽ നോളജ്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ഡാനിയൽ വളരെ ഹാപ്പി ആയിട്ട് റെഡിയൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആദ്യം ഒരു ഇമേജ് കാണിക്കാം കേട്ടോ. യെസ്, ഇതാണ് ഞാൻ കാണിച്ച ഇമേജ് കേട്ടോ. ഞാൻ കാണിച്ച ഇമേജ് എന്നത് ഇതാണ്. അറിയോ ഡാനിയൽ? ഓർമ്മ കിട്ടുന്നില്ല പേര്. കണ്ടിട്ടുണ്ടല്ലേ? കണ്ടിട്ടുണ്ട്. ഏത് മേഖലയാണ് കണ്ടത്? സിനിമ മേഖല. എക്സാക്ട്ലി കറക്റ്റ് ആൻസർ. ഇതാണ് സിനിമാ മേഖലയിലാണ് ആദ്യത്തെ ഫോട്ടോ. നോക്കും, മഞ്ഞുമൽ ബോയ്സിലല്ലേ? മഞ്ഞുമൽ ബോയ്സിലൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഡാനിയലിനെ കണ്ടപ്പോൾ ഒരു കുസൃതി വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാണ് കേട്ടോ. പേര് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത രണ്ടാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോകാൻ പറ്റും. ഒന്ന് ആൻസർ ചെയ്തിട്ടെങ്കിൽ മോനെ രണ്ടാമത്തെ സെഗ്മെൻറ്റിലേക്ക് കൂടി പോകാം. ഇനി എന്നത് കുസൃതി ചോദ്യമാണ്. ഓക്കെ, സിമ്പിളായിട്ടുള്ള ചോദ്യം തന്നെ മോനോട് ചോദിക്കാം. സാധാരണ എന്നെ കാണാറ് കറുത്ത നിറത്തിലാണ്. ചതുരാകൃതിയിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറ്. സമൂഹത്തിൽ എനിക്ക് ഒരു ഉന്നത സ്ഥാനമുണ്ട്. ആരാണ് ഞാൻ? സാധാരണ എന്നെ കാണാറ് കറുത്ത നിറത്തിലാണ്, ചതുരാകൃതിയിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറ്. സമൂഹത്തിൽ എനിക്ക് ഒരു ഉന്നത സ്ഥാനമുണ്ട്. ആരാണ് ഞാൻ? സാധനം എന്നത് ഒരു ചതുരാകൃതിയുള്ള കറുത്ത സാധനം. ശർക്കരയല്ല. അതായത് അവസാനത്തെ സെഗ്മെന്റ് നോക്കിയാൽ മതി. സമൂഹത്തിൽ എനിക്ക് ഒരു ഉന്നത സ്ഥാനമുണ്ട്. അതും അറിയില്ല. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഡാനിയൽ. ഓക്കെ, ഡാനിയൽ ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ്. ഞാൻ ആദ്യം വിളിച്ചപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താണ്, ഞാൻ വരണമെന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആൻസർ കിട്ടിയില്ല, കുഴപ്പമില്ല. നമുക്ക് അടുത്ത എപ്പിസോഡിൽ എവിടെയും വെച്ച് കാണാം. ഓക്കെ, ഒരു പാട്ട് പാടുന്നു ഡാനിയൽ? പാട്ട് പാടാം. ഓക്കെ, എല്ലാ മാസവും ഗ്രീൻസിൽ വരാറുണ്ടോ? ഇവിടെ തന്നെയാണ് പർച്ചേസ് ചെയ്യാറ്? ഇവിടെ തന്നെ. എന്തുകൊണ്ടാണ് പ്രത്യേകത ഇവിടെ തന്നെ വരാൻ കാരണം? കുറേ നല്ല ഇതുണ്ട്. കുറേ നമുക്ക് വേണ്ട സാധനം കിട്ടും. ചെറിയ കുട്ടികൾ, സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ പോലും പറയാനാണ് കേട്ടോ ഗ്രീൻസിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. എല്ലാവരും എല്ലാ സാധനങ്ങളും ഗ്രീൻസിൽ അവൈലബിൾ ആണ്, വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഡാനിയൽ നമുക്ക് കാണാം. ഓക്കെ.
താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത കണ്ടസ്റ്റൻ്റ് റെഡി ആയിട്ടുണ്ട്, 2 പേരുണ്ട്. ഓക്കെ, പേര് പറയൂ. സമീറ. സമീറ. നൗറ. നൗറയും സമീറയാണ് കേട്ടോ. എവിടെ നിന്നാണ് വരുന്നത്? അഴീക്കോട്. മോൾ ഇത് സ്കൂളാണ് പഠിക്കുന്നത്? DIS. ഓക്കെ, എത്രാം ക്ലാസ്സിലാണ്? 3ാം ക്ലാസ്സിൽ. 3ാം ക്ലാസ്സിലല്ലേ? ഞാൻ വരുന്നത് കണ്ണൂർ വിഷൻ്റെ ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാം എന്നാണ്. അപ്പോൾ ടിക്ടോക്കിലെ കുറച്ച് അടുത്ത് നോക്കി ഇങ്ങോട്ട് നോക്കിയോ, അവർ കുറച്ച് ആൾക്കാരൊക്കെ പോകണം. ഓക്കെ, ടിക്ടോക്ക് എന്നത് ഒരു കുസൃതി ആക്ടിവിറ്റീസ് ഉള്ളൊരു ഗെയിമാണ്. പങ്കെടുക്കുന്നവർക്ക് ഫണ്ണി ക്വസ്റ്റ്യൻസ്, ഫണ്ണി ഗെയിമിലൂടെ സമ്മാനങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ്. ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രീൻസിൽ എല്ലാ പർച്ചേസൊക്കെ ഇവിടെ തന്നെയാണോ? പിന്നെ എങ്ങനെയുണ്ട് അഭിപ്രായം? നല്ല അഭിപ്രായം. നല്ല ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കിട്ടാറ്. ഗ്രീൻസിൽ മാത്രം കണ്ടുവരുന്ന എന്തെങ്കിലും പ്രത്യേകതകൾ പറയാൻ പറ്റും? എല്ലാവരും നല്ല പേഴ്സണാലിറ്റിയാണ്. എല്ലാ പ്രോഡക്റ്റും നമുക്കിവിടെ നല്ല പൈസയിൽ അവൈലബിൾ ആണ്. ഓക്കെ, എല്ലാവരും വളരെ നല്ല സർവീസാണ് കേട്ടോ, നല്ല പേഴ്സണാലിറ്റിയാണ്, നല്ല രീതിയിൽ കസ്റ്റമർ ഫ്രണ്ട്ലിയാണ്. ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ പിന്നെ പേഴ്സൺസും നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി ആണെന്ന് പറയുന്നിരിക്കുന്നത്. എല്ലാ സാധനങ്ങളും അവൈലബിൾ ഉണ്ട്. വിലയുടെ കാര്യത്തിൽ എല്ലാ വീക്കിലും ഓഫറുണ്ട്. അധികം മന്ത്ലിയും വീക്കിലെല്ലാം ഇവിടെ സാധനം വാങ്ങാൻ വരാറുണ്ട്. ഓഫറുണ്ട്, എല്ലാ വീക്കിലും ഓഫറുണ്ട്. അതുപോലെ തന്നെ മന്ത്ലിയും വീക്കിലി ആയിട്ട്. പേരൊരിക്കൽ കൂടി പറയും. സമീറയും ഫാമിലിയും എല്ലാ വീക്കിലും മതി, ചിലപ്പോൾ മന്ത്ലിയൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഗെയിമിൽ കിടക്കാം. ഓക്കെ, നമ്മുടെ 3 സെഗ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3 സെഗ്മെൻറ്റാണ്. ആദ്യം വന്നത് കുസൃതി ഫണ്ണി ഗെയിമാണ്. ഞാനൊരു ഫോട്ടോ കാണിക്കാം, അത് ആരാണെന്ന് പറയണം. ഐഡൻറ്റിഫൈ ദ ഇമേജ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടൊരു ഇതാണ് കേട്ടോ. അപ്പോൾ അടിപൊളി. ഓക്കെ, റൊണാൾഡോയാണ് ഫോട്ടോ ഞാൻ കാണിച്ചു തന്നത്. CR7. ഓക്കെ, റൊണാൾഡോയുടെ ഫോട്ടോ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് അടുത്ത സെഗ്മെൻ്റായ കുസൃതി ചോദ്യത്തിലേക്ക് പോവാം. റെഡി അല്ലേ? ഓക്കെ, ആദ്യത്തെ സെഗ്മെൻറ്റ് വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു കേട്ടോ. ഓക്കെ, നമുക്ക് പിന്നെ ഒരുപാട് പൂ നമുക്കറിയാം അല്ലേ? റോസാപ്പൂ, പിന്നെ അതുപോലെ തന്നെ മറ്റു പല വിവിധ തരത്തിലുള്ള വീട്ടിലെ ചെടികൾക്ക് നടാറുണ്ടോ? ഒരു 2-3 പൂവിൻ്റെ പേര് പറയും. റോസ്, ലില്ലി, ഓക്കെ, സൺഫ്ലവർ. അങ്ങനെ നല്ല 3. മോളെ പേര് ഒരിക്കൽ കൂടി പറയൂ. നൗറ. 3 പൂവുകളുടെ പേര് പറഞ്ഞു. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. വെള്ളത്തിലലിയുന്ന പൂവ്. കറക്റ്റ് ആൻസർ. വെള്ളത്തിലലിയുന്ന പൂവ് എന്നത് ഷാമ്പു ആണ്. വളരെ സിമ്പിളായിട്ട് പിന്നെ സമീറ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. വെള്ളത്തിലലിയുന്ന പൂവാണ്. അതുപോലെ തന്നെ ആദ്യത്തേത് ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫോട്ടോ ആയിരുന്നു കാണിച്ചത്, അതും പറഞ്ഞു. ഓക്കെ, അപ്പോൾ സമീറയും നൗറയും വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്തു. അപ്പോൾ വളരെ മനോഹരമായിട്ട് ഗ്രീൻസ് നൽകുന്ന നല്ല സമ്മാനം വാങ്ങിച്ചോളൂ. ഓക്കെ, അതുപോലെ മറ്റൊരു നല്ലൊരു സമ്മാനമുണ്ട്. ഹാപ്പി ആയില്ലേ? ഓക്കെ, നൗറയും അതുപോലെ തന്നെ സമീറയായിരുന്നു. അഴീക്കോടാണ് സ്വദേശം. വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്തു. എനിവേ, താങ്ക്സ് എ ലോട്ട്. നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കാണാം. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. പിന്നെ അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് സമ്മാനം കൊടുത്തിട്ടുണ്ട്. സോ ഞാനിവിടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.